ശരി, ശക്തിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടപടികൾ ഞാൻ സ്വീകരിക്കാൻ താങ്കളിലേക്ക് കഴിയുന്ന വരാം. പാർട്ടിയാണ്. ശ്രീ മിഥുൻ, താങ്കൾ ഈ BJP-യുടെ രാഷ്ട്രീയത്തെ ഉൾപ്പെടെ സൂക്ഷ്മമായി നിരീക്ഷിക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും BJP-യുടെ ശരിതെറ്റുകൾ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുമുണ്ട്. ഇതിപ്പോൾ ഈ തൃശ്ശൂരിന് ശേഷം പാലക്കാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൃശ്ശൂരിൽ ഇപ്പോൾ MP ആയിട്ടുള്ളത് സുരേഷ് ഗോപിയാണ്. ആ സുരേഷ് ഗോപിയെ പോലും എത്ര തവണ പാലക്കാട് കണ്ടു എന്നത് BJP പ്രവർത്തകർക്ക് അത്ര ഓർമ്മയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശോഭാ സുരേന്ദ്രൻ്റെ പേര് അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഏറ്റവും ഒടുവിലാണ് ശോഭ കളത്തിലേക്ക് എത്തിയത് എന്നത് നമ്മൾ കണ്ടതാണ്. PK കൃഷ്ണദാസിനെ പോലെയുള്ളവരെ, MT രമേശിനെ പോലെയുള്ളവരെ ഒന്നും അധികം അവിടെ കാണാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ അതാണോ യഥാർത്ഥത്തിൽ പാലക്കാട് ഇത്തവണ വിജയം അസാധ്യമാക്കിയത് BJP-യെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ നിരീക്ഷണത്തിൽ? നോക്കൂ, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ BJP-യുടെ രാഷ്ട്രീയത്തെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഞാൻ മോദിയുടെ മൈഗവ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊരു സങ്കല്പം അത് നടപ്പിലാക്കണമെങ്കിൽ ഇവിടെ BJP വരണം എന്നൊരു ആഗ്രഹം എനിക്ക് പോലും ഉണ്ട്. പക്ഷെ ഒരു തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആ തോൽവിയെ തോൽവിയായി തന്നെ കാണണം. അവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങളായി തന്നെ കാണേണ്ടതാണ്. അപ്പൊ BJP-യുടെ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഇല്ല എന്ന് എത്ര തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാലും അത് ഉണ്ട് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത്. അപ്പം BJP-യുടെ തന്നെ ഈ ഒരു അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നഗരമേഖലകളിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ശ്രീ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ അവിടെ 6000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു BJP-ക്ക് അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഇപ്പം UDF-ലേക്ക് പോയിരിക്കുകയാണ്. മാത്രമല്ല, ഇവരൊരു പ്രോപ്പർ അനാലിസിസ് നടത്തുകയായിരുന്നെങ്കിൽ 2024-ലെ ജനറൽ ഇലക്ഷന്റെ സമയത്ത് BJP-ക്ക് നഗരമേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 500-ന് താഴെയുള്ള ഒരു ഇൻക്രിമെന്റ് മാത്രമേ നഗരമേഖലകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പം അന്ന് ആ ഒരു അനാലിസിസ് നടത്തിയിരുന്നെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ ഏത് രീതിയിലുള്ള പ്ലാനിങ് വേണമെന്ന് അവർക്ക് ഒരു ധാരണ കിട്ടിയേനെ. പക്ഷെ ആ ഒരു പ്ലാനിങ് അവിടെ നടന്നിട്ടില്ല എന്നതൊരു വാസ്തവികതയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം BJP പോവുക. അപ്പോൾ ഈ ഒരു ബൈ ഇലക്ഷൻ മാത്രമല്ല, നമ്മുടെ ജനറൽ ഇലക്ഷന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിലും ജനറൽ ഇലക്ഷനിൽ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ചില ട്രെൻഡ്സ് ഉണ്ടായിരുന്നു. ആ ട്രെൻഡ്സ് ഒക്കെ തന്നെ അവർ മിസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബൈ ഇലക്ഷനെ കണ്ടിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് ചില ബൂത്തുകളിൽ മാത്രമാണ് അവിടെ വോട്ടുകൾ അവർക്ക് കുറഞ്ഞിട്ടുള്ളതാണ്. ചില ബൂത്തുകളിലല്ല, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സന്റെ ബൂത്തുകളിൽ പോലും വോട്ടുകൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഇലക്ഷൻ പാറ്റേണിൽ ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ട്രെൻഡ്സ് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ നോക്കാതെയാണ് ഇവർ ഇത്തവണ മുന്നോട്ട് പോയത്. അവിടെയാണല്ലോ മിഥുൻ, അതായത് സാധാരണ നമുക്കറിയാമല്ലോ അവിടെ നിന്ന് ഈ ഡീൽ ചർച്ചകൾ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പ്രദേശം കൂടിയാണല്ലോ പാലക്കാട് എന്ന് പറയുന്നത്. ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇടതുപക്ഷം ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. വടകരയുടെ ഡീൽ ആണ് കണ്ടത് ഇപ്പുറത്ത് എന്നൊക്കെ. അതിന് അവർ വ്യക്തമാക്കട്ടെ, കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തട്ടെ. എന്തായാലും ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കും എന്നതും ആ തെരഞ്ഞെടുപ്പ്, അതായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ BJP-ക്ക് അടിസ്ഥാന വോട്ടുകൾ ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നതും BJP-യുടെ നേതൃത്വത്തിനടക്കം കൃത്യമായി അറിയാം. അവിടെ കൃത്യമായൊരു മോണിറ്ററിംഗ് നടത്തി ഏറ്റവും ഉചിതനായ സ്ഥാനാർത്ഥിയെ നിർത്തി ആ പോരായ്മകൾ, ഇപ്പോൾ കൃഷ്ണദാസൊക്കെ സൂചിപ്പിക്കുന്ന ഈ പോരായ്മകൾ അതൊക്കെ പരിഹരിക്കാൻ 6 മാസത്തോളം സമയം ലഭിച്ചു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അവിടെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയി വിജയം ഉറപ്പിക്കാവുന്ന ഒന്നായിരുന്നു. അവിടെയാണ് ഈ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതായി പോകുന്നത്. അല്ല, സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ എന്നതൊരു പൊള്ള ന്യായം മാത്രമാണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി കണക്ട് ചെയ്തൊരു വ്യക്തി അദ്ദേഹം മാത്രമാണ്. ഈ 3 സ്ഥാനാർത്ഥികളെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീ കൃഷ്ണകുമാറോളം വരില്ല മറ്റൊരാളും എന്ന ഒരു വിലയിരുത്തൽ അവിടെ ഉണ്ട്. കാരണം കൃഷ്ണകുമാർ പാർട്ടിയുടെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി പാലക്കാട് ജില്ലയുടെ, യുവമോർച്ചയുടെ കാലം മുതൽക്കേ പാലക്കാട് പ്രവർത്തിക്കുന്ന ആളാണ്. എനിക്കൊന്ന് 2000-ൽ എങ്ങനെയാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്ന വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലിബർ ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്തുകൊണ്ട് വിജയിച്ചില്ല എന്നതൊരു വലിയ ചോദ്യചിഹ്നമായി അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ പാർട്ടിയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് എന്നത് BJP ഇനിയെങ്കിലും അനലൈസ് ചെയ്യണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട. അതായത്
പുറമെ ഉള്ളവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് BJP മാത്രം പറഞ്ഞു അങ്ങനെ ഒരു വിഷയമേ ഞങ്ങൾക്കിടയിലില്ല എന്ന്. അപ്പം അതൊരു പൊള്ളയായിട്ടുള്ള ഉള്ളൊരു വാദമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കാര്യം എന്താ പറയുക, ഈ ബൈ ഇലക്ഷൻസിലൊന്നും BJPക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കാറില്ല എന്നാണ്. അപ്പൊ അതിന് താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ചേലക്കരയുടെ ഒരു മുന്നേറ്റം അതെടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ചേലക്കരയിൽ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവിടെ മുന്നേറ്റം ഉണ്ടായത്. കോന്നിയിൽ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴും അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ബൈ ഇലക്ഷൻ ഒരു BJPക്ക് ഒരു ഫേവറിംഗ് ഫാക്ടർ അല്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ന്യായീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ BJPക്ക് സംഭവിച്ച ഒരു വലിയൊരു എന്താ പറയാ ഇഷ്യൂ അതിനെ ഒട്ടും അനലൈസ് ചെയ്യാതെ, അതായത് 24 ഇലക്ഷൻസിന്റെ ജനറൽ ഇലക്ഷൻസിന്റെ പാറ്റേൺ പോലും ഒബ്സർവ് ചെയ്യാതെയാണ് ഈ ഇലക്ഷനെ BJP നേരിട്ടത് എന്നൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ സന്ദീപ് വാര്യർ ഫാക്ടർ ഒരു ഫാക്ടറേ അല്ല, അദ്ദേഹം പോയാൽ ഞങ്ങൾക്ക് അത് ഗുണം ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഉള്ള വാദങ്ങളായിരുന്നു ഉയർന്നു വന്നത്. അപ്പം സന്ദീപ് വാര്യർ ഫാക്ടർ അവിടെ തീർച്ചയായിട്ടും അത് കാണാൻ കഴിഞ്ഞു. ആ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടായി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വാദം എന്തായിരുന്നു വെച്ചാൽ, സന്ദീപ് വാര്യർ UDF-ലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു എന്താ പറയാ മുസ്ലിം വോട്ടുകൾ അത് എന്താ പറയാ അത് സ്പ്ലിറ്റ് ആവാൻ സാധിക്കും. അത് ഒരു പക്ഷേ LDF-ലേക്ക് പോയേക്കാം. കാരണം സന്ദീപ് വാര്യർ UDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ വോട്ടുകൾ LDF-ലേക്ക് പോവുകയും ഇൻഡയറക്ട്ലി അതൊക്കെ BJPയെ ഫേവർ ചെയ്യും എന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെയാണ് വന്നത്. അപ്പൊ അവിടെയൊക്കെ ഒരു അനലിറ്റിക്കൽ ഫെയിലിയർ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു എന്താ പറയാ 1% പോലും ഒരു തെറ്റില്ല. കാരണം ഈ പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീ മിഥുൻ, അതിനപ്പുറത്ത് സരിൻ അവരുടെ വോട്ടുകൾ നിലനിർത്തിയാൽ തന്നെ വിജയം അനായാസം എന്നായിരുന്നു BJP കണക്കാക്കിയിരുന്നത് എന്നാണ്. സരിൻ വോട്ടുകൾ നിലനിർത്തുക മാത്രമല്ല ഒരല്പമെങ്കിലും വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഇപ്പം മത്സരം നടക്കുന്നത് 2ാം സ്ഥാനത്തിനും 3ാം സ്ഥാനത്തിനും വേണ്ടിയാണ്. ഇനി BJP ആക്ച്വലി ഭയക്കണം. കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തെ സംബന്ധിച്ച് അവിടെ ഒരു ജനവിരുദ്ധ വികാരം വളർന്നു വരുന്നുണ്ട്. കാരണം മുനിസിപ്പാലിറ്റി ഭരണത്തിൽ അത്ര സംതൃപ്തരല്ല ജനങ്ങൾ എന്നതാണ് നമുക്കൊരു പക്ഷേ ഈ ഒരു ഇലക്ഷനിലൂടെ കാണാൻ പറ്റുന്നത്. കാരണം ഈ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ BJP ഒരു ബാക്ക് സീറ്റ് എടുത്തു. കാരണം അതാണ് അവരുടെ എപ്പോഴും ഉള്ള ഒരു പ്രോമിസ്. ഡെവലപ്മെന്റൽ പൊളിറ്റിക്സിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള മുന്നേറ്റമൊന്നും BJPക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, ഈ ടൗൺ ഹാളിന്റെ വിഷയമാണെങ്കിൽ, അല്ലെങ്കിൽ AR മേനോൻ പാർക്കിന്റെ കാര്യമാണെങ്കിൽ, മുനിസിപ്പാലിറ്റിയുടെ പല റോഡുകളാണെങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ 8-9 വർഷമായി ഇപ്പം BJP മുനിസിപ്പാലിറ്റി ഭരിക്കും. പക്ഷെ അവിടെ ഒന്നും തന്നെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവിടെ ഒന്നും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഈ ഒരു ഇലക്ഷനിൽ അവരെ എന്താ പറയാ ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവർ ഈ ഒരു വിഷയത്തെ കാണുക. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഷാബു പ്രസാദ്, അതാണ്, അതായത് ഇനിയിപ്പോൾ നേരിടാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പിച്ച് പാർട്ടി കരുതിയിരുന്ന, ആവർത്തിച്ചു പറഞ്ഞിരുന്ന നഗരസഭ, ആ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച, അത് ഇത്തരത്തിൽ, അതായത് ഈ വ്യാപാരികൾക്ക്, വ്യവസായികൾക്കൊക്കെ ഉണ്ടായ ഒരു തിരിച്ചടി, അല്ലെങ്കിൽ അവർക്ക് BJPയോട് തോന്നിയ ഒരു ആത്മരോഷമോ താല്പര്യമില്ലായ്മയോ ആ നിലയിൽ മാത്രമാണോ അതിനെ കാണേണ്ടത്? യഥാർത്ഥത്തിൽ അവിടെ വോട്ട് കൂട്ടാൻ സാധിക്കും എന്ന് കരുതിയ BJPക്ക് അവിടെ നിന്ന് വലിയ വോട്ട് നഷ്ടമുണ്ടാകുമ്പോൾ അത് പാലക്കാട് മണ്ഡലം, ഈ മിഥുൻ സൂചിപ്പിക്കുന്ന പോലെ പാലക്കാടിന് ഇനി പ്രതീക്ഷിക്കണോ എന്ന് പോലും ചോദിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുകയാണോ? അങ്ങനെ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമൊന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ പാലക്കാട് BJPയുടെ ബേസ് വോട്ടുണ്ട്. BJPയുടെ ബേസ് വോട്ട്, അതായത് ഏകദേശം 40,000-ന് ചുറ്റിപ്പറ്റിയുള്ള അറൗണ്ട് 40,000 എന്നുള്ള ആ ബേസ് വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബേസ് വോട്ട് മാത്രമല്ല ഒരു ഇലക്ഷന്റെ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നത്. ഇലക്ഷൻ റിസൾട്ടിനെ നിർണ്ണയിക്കുന്നത് നിഷ്പക്ഷ വോട്ടുകളാണ്. ഓരോ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന അങ്ങനെയുള്ള ആ ഒരു ശതമാനമാണ് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ ഇക്വേഷനെയും തീരുമാനിക്കുന്നത്. ആ വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണ 77% ഇപ്പോൾ അത് 70% അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ്. പോളിംഗ് പെർസെൻറ്റേജ് 70% എന്ന് പറഞ്ഞാൽ ആ കുറഞ്ഞ ആ 7%-ലെ ഒരു നല്ലൊരു ശതമാനം, നല്ല ബഹുഭൂരിപക്ഷം വോട്ടുകളും BJPയുടെ വോട്ടുകളാവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അങ്ങനെയല്ല താങ്കളുടെ ഒബ്സർവേഷൻ അല്ല. ഞാൻ വളരെ പെട്ടെന്ന് താങ്കളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആവർത്തിക്കുന്നു. ചില തടസ്സങ്ങൾ സൃഷ്ടിക്കലല്ല, നമുക്ക് വസ്തുതാപരമായി ഞാൻ ആർഗ്യൂ ചെയ്യുന്നതിനപ്പുറത്ത് BJPയുടെ സ്ഥാനാർത്ഥി
ഇതേ പ്രൈം ഡിബേറ്റിൽ കഴിഞ്ഞ ദിവസം, അതായത് വോട്ടെണ്ണലിന്റെ തലേ ദിവസം ന്യൂസ് 18 പറഞ്ഞത് എന്താണ് എന്ന് താങ്കളൊന്ന് കേട്ടു നോക്കൂ. ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. നിയമസഭ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വോട്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പാലക്കാട് നഗരത്തിൽ പുറകിൽ പോയിട്ടുണ്ടോ? രണ്ട് മുന്നണികൾക്കും പുറകിൽ പോയിട്ടുണ്ടോ? കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോളൂ. ഞങ്ങളാണ് പാലക്കാട് നഗരത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടാവും. ഞങ്ങളെ മറികടന്ന് രണ്ട് മുന്നണികൾക്കും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. 80%, 78 മുതൽ 84% വരെ പോളിംഗ് നടന്ന ബൂത്തുകളുടെ എണ്ണം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ആ ബൂത്തുകളെല്ലാം ഞങ്ങളുടെ ഒന്നോ രണ്ടോ ബൂത്തുകൾ ഒഴികെ ബാക്കി ബൂത്തുകളെല്ലാം ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആ പോളിംഗ് നടന്നിട്ടുള്ളത്. ഞങ്ങളുടെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാനുള്ള ഒരു ആസൂത്രണം ഞങ്ങൾ നടത്തിയിരുന്നു, ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. കഴിഞ്ഞ 5000 മുതൽ 5500 വരെ വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിക്കാവുന്ന വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല എന്നുള്ളത് 21-ലും 24-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞങ്ങൾക്ക് പോൾ ചെയ്യാൻ വന്നാൽ അത് ഞങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് കൃത്യമായിട്ട് പോൾ ചെയ്യിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 75-80% വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസം. യെസ്, ശ്രീ ഷാബു